അന്തിക്കാട് സ്കൂളിൻ്റെ പുതിയ സിനിമ ചിരിച്ച് ചിന്തിച്ച് കുത്തിമറിയാൻ സർവം മായ. അഖിൽ സത്യൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സർവം മായ ഹൊറർ, ഫാൻറ്റസി, കോമഡി, പ്രണയം, കുടുംബബന്ധങ്ങൾ, ദാർശനികത എന്നിവയെ ഒരേ സമയം ലളിതമായും ഹൃദയസ്പർശിയായും ചേർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സിനിമയാണ്. ഈ സിനിമയുടെ ഹൃദയമിടിപ്പ് ഒരർത്ഥത്തിൽ നിവിൻ പോളിയാണ്. ഇടക്കാലത്തെ പരീക്ഷണ കഥാപാത്രങ്ങൾക്ക് ശേഷം തൻ്റെ കംഫർട്ട് സോണായ ഹ്യൂമറും സ്വാഭാവികതയും നിറഞ്ഞ സുന്ദരമായൊരു ഇമേജിലേക്ക് നിവിൻ ശക്തമായി മടങ്ങിയെത്തുന്നുണ്ട്. അജു വർഗീസും നിവിൻ പോളിയും വീണ്ടും ഒന്നിക്കുമ്പോൾ പഴയൊരു കെമിസ്ട്രി അതേ സ്വാഭാവികതയോടെ മടങ്ങി വരുന്നു. നടിയും ഒട്ടേറെ സിനിമകളുടെ പ്രൊഡ്യൂസറുമായ റിയ ഷിബു എന്ന പെൺകുട്ടിയുടെ പ്രകടനം സിനിമയ്ക്ക് ഒരു പുതുമയും ഊർജവും നൽകുന്നുണ്ട്. പാളിപ്പോകാവുന്ന ഒരു കഥാപാത്രത്തെ പ്രേക്ഷകരിൽ കൗതുകവും ഇഷ്ടവും തോന്നുന്ന രീതിയിൽ ആയാസരഹിതമായി അഭിനയിച്ചു പ്രതിഫലിപ്പിക്കാൻ റിയ ഷിബുവിന് കഴിഞ്ഞു. ജനാർദ്ദനൻ, രഘുനാഥ് പലേരി, മധു വാര്യർ, അൽത്താഫ് സലീം, പ്രീതി മുകുന്ദൻ തുടങ്ങിയവർക്കൊപ്പം ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവും ആട്ടം സിനിമയുടെ സംവിധായകനുമായ ആനന്ദ് ഏകർഷിയും ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. എല്ലാവരും കഥയെ തടസ്സപ്പെടുത്താതെ അതിൻ്റെ ഒഴുക്കിനൊപ്പം സഞ്ചരിക്കുന്നു. അൽഫോൺസ് പുത്രൻ്റെ ചെറിയ സാന്നിധ്യം ഒരു പുഞ്ചിരി സമ്മാനിക്കുന്ന സർപ്രൈസാണ്. തമാശ, വൈകാരികത, കുടുംബബന്ധങ്ങൾ, പ്രണയം, ചെറിയ ആക്ഷൻ, ഒരു നിവിൻ പോളി ആരാധകൻ പ്രതീക്ഷിക്കുന്നതെല്ലാം വളരെ ചിട്ടയായി അടുക്കി വച്ചിരിക്കുന്നുണ്ട് ഈ സിനിമയിൽ. അതേസമയം അതെല്ലാം മറികടന്ന് മനുഷ്യജീവിതത്തിൻ്റെ ഒരു സൂക്ഷ്മമായ നിരർത്ഥകതയെയും സിനിമ നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വെറും ഒരു എൻ്റർടൈനർ മാത്രമല്ല, ഹാപ്പി മൂഡിൽ കണ്ടിറങ്ങുമ്പോഴും ഉള്ളിൽ എവിടെയോ ഒരു ചിന്ത ബാക്കി വയ്ക്കുന്ന സിനിമയാണിത്. പാച്ചവും അത്ഭുത വിളക്കും എന്ന സിനിമയ്ക്ക് ശേഷം തീർത്തും വ്യത്യസ്തമായ ഒരു കഥാന്തരീക്ഷത്തിലേക്കാണ് അഖിൽ സത്യൻ ഇവിടെ കടക്കുന്നത്. അഖിൽ സത്യൻ സത്യനന്ദിക്കാടിൻ്റെ പുത്രനാണ്. സാധാരണക്കാരുടെ ജീവിതത്തിലെ നന്മയും നൊമ്പരവും പ്രതിസന്ധികളും പ്രതീക്ഷകളും കുടുംബബന്ധങ്ങളുടെ ആഴമേറിയ ഊഷ്മളതയും ഗ്രാമീണ വിശുദ്ധിയും സിനിമകളാക്കിയ മലയാളിയുടെ സ്വന്തം ഫിലിം മേക്കറാണ് സത്യനന്ദിക്കാട്. നർമ്മവും കണ്ണുനീരും ചിന്തയും ഒരേ ഫ്രെയിമിൽ ലയിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ സിനിമകൾ മനുഷ്യജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളാണ്. സാമൂഹ്യ ജീവിതത്തിലെ വെല്ലുവിളികളും ജനകീയ രാഷ്ട്രീയത്തിൻ്റെ പോറലുകളും അവിടെ സുതാര്യമായി ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയുടെ ഒരു സ്വന്തം സ്കൂളാണ് അന്തിക്കാട് സ്കൂൾ. ആ പാതയിലൂടെ അതേ സൗമ്യതയോടെയും ആത്മാർത്ഥതയോടെയും അഖിൽ സത്യൻ സർവം മായയുമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ആഘോഷ സീസണിൽ കുടുംബത്തോടെ കണ്ട് ആസ്വദിക്കാവുന്ന, ചിരിക്കാനും ചിന്തിക്കാനും ഒരുപോലെ ഇട നൽകുന്ന ഒരു ക്ലീൻ എൻ്റർടൈനർ. നിവിൻ പോളിയുടെ വമ്പൻ തിരിച്ചുവരവ് എന്ന് പറയാൻ മടിക്കേണ്ടതില്ലാത്ത ഒരു ചിത്രം. സർവം മായ ദൈവവിശ്വാസത്തെ ചോദ്യം ചെയ്യുകയോ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യവുമല്ല ഉയർത്തുന്നത്, മറിച്ച് ദൈവവിശ്വാസം മനുഷ്യൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നതാണ്. വിശ്വാസം ഒരു മനുഷ്യനെ നന്നാക്കാനുള്ള ഒരു വഴിയാണോ, അതോ ഭയത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും ഉപാധിയായി അത് മാറിയിട്ടുണ്ടോ? ഈ ഒരു സംശയം സിനിമയുടെ ഓരോ ദൃശ്യത്തിലൂടെയും ഒഴുകുന്നുണ്ട്. മനുഷ്യൻ പലപ്പോഴും ആത്മവിശ്വാസത്തിനല്ല, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് വിശ്വാസത്തെ പിടിച്ചു നിൽക്കുന്നതെന്ന സത്യം സിനിമ വളരെ ലളിതമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഡെലൂലു എന്ന പ്രേതം ദാർശനിക ചിന്തകളുടെ ഏറ്റവും മനോഹരമായ ഒരു രൂപകമാണ്. പരമ്പരാഗതമായി പ്രേതം ഭയത്തിൻ്റെയും ശിക്ഷയുടെയും അടയാളമാണെങ്കിൽ ഇവിടെ അവൾ സൗഹൃദത്തിൻ്റെയും സഹാനുഭൂതിയുടെയും ഒരു പ്രതീകമായി മാറുന്നു. മനുഷ്യൻ ഏറ്റവും ഒറ്റപ്പെട്ട നിമിഷങ്ങളിൽ ആരോടെങ്കിലും സംസാരിക്കാൻ കൊതിക്കുന്ന അവസ്ഥയുടെ സാക്ഷാത്കാരമാണ് ഡെലൂലു.
മനുഷ്യൻ പേടിക്കുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ പുറത്തു നിന്നുള്ളവയല്ല, അവൻ്റെ തന്നെ ഉള്ളിലെ ശൂന്യതയുടെ പ്രതിഫലനങ്ങളാണ്. പ്രേതം പുറത്തുനിന്ന് വരുന്നതല്ല, അത് ഉള്ളിൽ നിന്നാണ് ജനിക്കുന്നത്. ഡെലുലു എന്ന പ്രേതം പ്രേമേന്ദുവിനെ വിജയത്തിലേക്ക് നയിക്കുന്നുണ്ട്. അവൻ്റെ ഉള്ളിലെ ആത്മവിശ്വാസത്തെ ഉണർത്തുകയാണ് അവൾ ചെയ്യുന്നത്. അതിലൂടെ സിനിമ പറയുന്നത് വളരെ ലളിതമായൊരു സത്യമാകുന്നു. ദൈവമോ പ്രേതമോ ആരെയും രക്ഷിക്കുന്നില്ല. അവ നമ്മളെ നമ്മളിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരുന്ന ഒരു കാരണമാണ്. വിശ്വാസവും അതീന്ദ്രിയതയും മനുഷ്യനെ ശക്തനാക്കുന്നത് അവൻ സ്വയം ശക്തനാകുമ്പോഴാണ്. സർവമായ ഒരു നിരാശാവാദ സിനിമയല്ല, മറിച്ച് അതിലൊരു മോചന ചിന്തയുണ്ട്. എല്ലാം മായയാണെങ്കിൽ ജീവിതത്തെ പിടിച്ചു കുലുക്കുന്ന ഭയങ്ങളും അഹങ്കാരങ്ങളും അനാവശ്യമാണ്. ഈ ബോധം മനുഷ്യനെ ലഘുവായി ജീവിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. ജീവിതം അത്ര കട്ടിയുള്ളതല്ലെന്ന തിരിച്ചറിവാണ് സിനിമ നൽകുന്ന ആശ്വാസം. കുടുംബ ബന്ധങ്ങളിലൂടെയും സിനിമ ഇതേ മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അച്ഛനും മകനും തമ്മിലുള്ള അകലം ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും പേരിലാണ്. അതേസമയം വല്യച്ഛൻ്റെ നിസ്വാർത്ഥ സ്നേഹം രക്തബന്ധത്തിൻ്റെ അതിർവരമ്പുകൾ കടന്ന് മനസ്സിൻ്റെ ബന്ധമായി മാറുന്നു. മനുഷ്യൻ മറ്റൊരാളെ സ്വന്തമാക്കുന്നത് ആചാരങ്ങളിലൂടെയല്ല, കരുണയിലൂടെയാണെന്ന് സിനിമ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഡെലുലുവിൻ്റെ തിരിച്ചുപോക്കിനിടെ സാറാ ഫ്ലവർ ആഡംസ് എഴുതിയ നിന്നോടൻ ദൈവമേ എന്ന ഗാനത്തിൻ്റെ സംഗീതം ഈ സിനിമയിൽ ഉപയോഗിക്കുന്നതും അത്യന്തം സൂക്ഷ്മമായ ഒരു ദാർശനിക തീരുമാനമാണ്. ആ സംഗീതം ഒരു വിശ്വാസ പ്രഖ്യാപനമല്ല, മറിച്ച് വിട പറയലിൻ്റെ ആത്മസമാധാനത്തിൻ്റെ ശബ്ദമാണ്. പ്രേതം പോകുമ്പോൾ ദൈവസംഗീതം മുഴങ്ങുന്നത് ദൈവവും പ്രേതവും മനുഷ്യൻ്റെ ഉള്ളിലെ ഒരേ ശൂന്യത നിറയ്ക്കാൻ ശ്രമിക്കുന്ന വ്യത്യസ്ത ഭാഷകളാണെന്ന സൂചനയായി ഇത് മാറുന്നുണ്ട്. ഒടുവിൽ സർവമായ നമ്മളോട് ചിരിപ്പിച്ചുകൊണ്ട് ഒരു സത്യം മനസ്സിലേക്ക് ഇറക്കി വയ്ക്കുന്നുണ്ട്. വിശ്വാസം, അവിശ്വാസം, ആചാരങ്ങൾ സർവം മായ.